ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നീക്കം അമേരിക്കയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ സമൂഹ മാധ്യമത്തിൽ ഇടപെടലുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുക എന്നതാണ്. യഹൂദ വിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഏതൊരു പോസ്റ്റിന്റെയും പേരിൽ അക്കൗണ്ട് ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നയാളെ വിസ റദ്ദാക്കി നാടുകടത്തുക എന്ന നടപടിയാണ് ട്രംപ് ഭരണകൂടം ചെയ്യുക. പുതിയ നയം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പലസ്തീനെ അനുകൂലിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ട്രംപ് ഭരണകൂടം അമേരിക്കയിലെ നൂറുകണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഹമാസിനെ പിന്തുണയ്ക്കുകയും യഹൂദ വിരുദ്ധയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിസ റദ്ദാക്കുകയോ നിരസിക്കുകയോ ചെയ്യാനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നീക്കം. അതിൽ റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളും ഉണ്ടാകും. കഴിഞ്ഞ മാസം അവസാനം 300ഓളം പേരുടെ വിസകൾ റദ്ദാക്കിയതായും ദിവസവും ഇത്തരത്തിൽ വിസകൾ റദ്ദാക്കപ്പെടുന്നുണ്ടെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നുണ്ട്. US പൗരന്മാരല്ലാത്തവർക്ക് അമേരിക്കക്കാർക്ക് തുല്യമായ അവകാശങ്ങൾ ഇല്ലെന്നും വിസ നൽകുന്നതും നിരസിക്കുന്നതും ജഡ്ജിമാരല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ വിവേചനാധികാരമാണെന്നും റൂബിയോ പറയുന്നു. തീവ്രവാദത്തെ അനുകൂലിക്കുന്നവർക്ക് അമേരിക്കയിൽ ഇടമില്ല. അവരെ രാജ്യത്ത് പ്രവേശിപ്പിക്കാനോ ഇവിടെ തുടരാൻ അനുവദിക്കാനോ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് അവരുടെ പക്ഷം. ഹമാസ്, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി വിമതർ എന്നിവ ഉൾപ്പെടെ അമേരിക്ക തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ അക്കൗണ്ട് ഉടമകൾ നാടുകടത്തലിന് വിധേയമാക്കപ്പെടാം. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ഗ്രീൻ കാർഡ് ഉടമകൾക്കും വിദ്യാർത്ഥി വിസയിൽ താമസിക്കുന്നവർക്കും പുതിയ നയം ബാധകമാകും. മഹ്മൂദ് ഖലീൽ, റുമൈസ ഓസ്റ്റാർക്ക് എന്നിവർ ഉൾപ്പെടെയുള്ള പലസ്തീനെ അനുകൂലിച്ച വിദ്യാർത്ഥികളെ വ്യാപകമായി അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. ഹമാസ് അനുകൂലികളെന്ന് ആരോപിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരടക്കം നിരവധി വിദ്യാർത്ഥികളാണ് സമീപകാലത്തായി അമേരിക്കയുടെ വിസ റദ്ദാക്കൽ, നാടുകടത്തൽ നടപടിക്ക് വിധേയരായിരിക്കുന്നത്. ഇവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കണ്ടെത്താൻ ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന പ്രോഗ്രാമും US ഭരണകൂടം നടപ്പാക്കിയിട്ടുണ്ട്. US നിരോധിച്ച തീവ്രവാദ സംഘടനകൾക്ക് സോഷ്യൽ മീഡിയയിൽ പിന്തുണ അറിയിക്കുകയോ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുന്ന സംവിധാനമാണ് ക്യാച്ച് ആൻഡ് റിവോക്ക് പ്രോഗ്രാം.